ശൈലജ ടീച്ചർ ആ കലിപ്പങ്ങ് തീർത്തു. പിണറായി വിജയൻ CPIM-ൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട നേതാവാണ് KK ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചറുടെ ജനപിന്തുണ പിണറായി വിജയനെ വിളറി പിടിപ്പിച്ചിട്ട് വർഷങ്ങളായി. കാരണം KK ശൈലജ ഒന്നാം പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരിക്കെ കാഴ്ചവെച്ച പ്രകടനം പിണറായി വിജയനെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. നിപ്പ ബാധിത പ്രദേശത്തെ ടീച്ചർ എത്തി അവിടെ ജനങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച് കയ്യടി വാങ്ങി. CPM-ന്റെ മാത്രമല്ല, കേരളത്തിൻ്റെ ആകെ പൊതു സമൂഹത്തിൻ്റെ കയ്യടി വാങ്ങിയ മന്ത്രിയാണ് KK ശൈലജ ടീച്ചർ. പിന്നീട് ശൈലജ ടീച്ചറെ പിണറായി വിജയൻ ഭയന്നു തുടങ്ങി. കോവിഡ് കാലത്ത് ശൈലജ ടീച്ചർ 6 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ വലിയ തോതിൽ ടെലിവിഷൻ റേറ്റിംഗ് കൂടി. ടെലിവിഷന്റെ മുന്നിൽ KK ശൈലജ ടീച്ചറുടെ വാർത്താ സമ്മേളനം കാണാൻ വേണ്ടി കേരളം ഒന്നടങ്കം അണിനിരന്നപ്പോൾ അവിടെയും പിണറായി വിജയൻ അപകടം മണത്തു. KK ശൈലജയെ മാറ്റി. പിന്നീട് നമ്മൾ കാണുന്നത് പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തുന്നതാണ്. അങ്ങനെ കിട്ടാവുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ KK ശൈലജയെ വെട്ടി ഒതുക്കിയ ആളാണ് പിണറായി വിജയൻ. KK ശൈലജ ടീച്ചർ സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ മട്ടന്നൂരിൽ 2021 തെരഞ്ഞെടുപ്പ് വിജയിച്ചപ്പോൾ ഞെട്ടിയത് പിണറായി വിജയനാണ്. കാരണം കേരളം ഒന്നടങ്കം വിചാരിച്ചു, ദാ വരുന്നു കേരളത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ 61,035 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായി ശൈലജ ടീച്ചർ അധികാരമേൽക്കുമെന്ന് കേരളം ഒന്നടങ്കം വിശ്വസിച്ചെങ്കിലും പിണറായി വിജയൻ വെറും ഒരു MLA മാത്രമാക്കി ശൈലജ ടീച്ചറെ വെട്ടി ഒതുക്കി. എന്നു മാത്രമല്ല, 2026 തെരഞ്ഞെടുപ്പിൽ തോക്കുമെന്ന് ഉറപ്പുള്ള പേരാവൂരിൽ നിർത്തി ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തി പിണറായി വിജയന്റെ ഒടുങ്ങാത്ത പക ശൈലജ ടീച്ചറോട് തീർത്തു. ഇപ്പോഴിതാ ശൈലജ ടീച്ചറുടെ മുന്നിൽ പിണറായി വിജയനോട് തീർക്കാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ മുഹൂർത്തം ചരിത്രം കാലം കൊണ്ട് നിർത്തിയിരിക്കുന്നു. പിണറായി വിജയന്റെ മകൾക്കെതിരെ വീണയ്ക്കെതിരെ ED സമൻസ് അയച്ചിരിക്കുന്നു. വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് ആ സമൻസ്. ആ സമൻസിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ ശൈലജ ടീച്ചറോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഈ സമൻസിനെ കുറിച്ച് എന്താണ് ടീച്ചറുടെ അഭിപ്രായം? അപ്പോൾ പറഞ്ഞത് വീണയുടെ കാര്യം നോക്കിക്കോളും, പിണറായി വിജയനാണെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം നോക്കിക്കോട്ടെ. അതായത് പിണറായി വിജയനെ പ്രതിരോധിക്കാൻ ശൈലജ ടീച്ചർ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വീണയുടെ കാര്യം നോക്കിക്കോളും, പിണറായി വിജയനാണെങ്കിൽ അത് അദ്ദേഹം നോക്കിക്കോളും എന്നുള്ള കൃത്യമായ മറുപടി പിണറായി വിജയന് നൽകിയിരിക്കുകയാണ് KK ശൈലജ ടീച്ചർ. ആ വാക്കുകളിലേക്ക്. പ്രതിപക്ഷ നേതാവിന് സമൻസ് കൊടുക്കുന്നതും മകൾക്ക് സമൻസ് കൊടുക്കുന്നതും രണ്ടായി തന്നെ കാണേണ്ടതില്ല സത്യത്തിൽ? തീർച്ചയായിട്ടും. അത് മകള് ഒരു കമ്പനി ഉണ്ടാക്കി, ആ കമ്പനി മറ്റു കമ്പനികളുമായിട്ട് ചില കരാറിൽ ഏർപ്പെട്ടു. അതിനാണല്ലോ ഈ കമ്പനികൾ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ ചെറുപ്പക്കാർ ജീവിക്കാൻ കുറേ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ മകളുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമാണ്. അവരതിന് മറുപടി പറയും. അത് അവർ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ആക്കും. അത് പ്രതിപക്ഷ നേതാവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തേണ്ട കാര്യം ആ കേസിലില്ലല്ലോ. ഇനി ശൈലജ ടീച്ചർ മാത്രമാണോ പിണറായി വിജയനോട് കലിപ്പ് തീർത്തത്? അല്ല, NN കൃഷ്ണദാസ് തീർത്തിരിക്കുന്നു പിണറായി വിജയനോടുള്ള കലിപ്പ്. പാർട്ടിയുടെ കാര്യമാണെങ്കിൽ പാർട്ടി നോക്കിക്കോളും, വീണയുടെ കാര്യമാണെങ്കിൽ വീണ നോക്കിക്കോളും. വീണയുടെ കാര്യത്തിൽ പാർട്ടിക്ക് അങ്ങനെ വലിയ പ്രതിരോധം തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് NN കൃഷ്ണദാസ് കൈയൊഴിഞ്ഞു. അല്ല, അതിൽ CPM അതിലൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. വീണയ്ക്കല്ലേ സമൻസ്. അത് വീണ അതൊക്കെ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയും കഴിവുള്ള ഒരു ലേഡിയാണ്. അവരത് നോക്കിക്കോളും. അവരുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കും. അതിൽ CPM ഒരു അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യം ഇപ്പം ഇല്ല. തീർന്നില്ല. പിണറായി വിജയന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രതിരോധം ഉയർത്തുന്നത് KK ബാലനാണെന്ന് നമുക്കറിയാമല്ലോ. KK ബാലൻ എന്ന് പറഞ്ഞത് ഉപ്പ് തിന്നവർ വെള്ളം കുടിച്ചോട്ടെ എന്നാണ്. വീണ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വീണ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വീണ വെള്ളം കുടിച്ചോട്ടെ. പിണറായി വിജയനാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പിണറായി വിജയനാണ് ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ വെള്ളം കുടിച്ചോട്ടെ. ആ അർത്ഥത്തിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പിണറായി വിജയന് വേണ്ടി പ്രതിരോധിക്കുന്ന KK ബാലൻ ഈ വീണയ്ക്കെതിരായിട്ടുള്ള ED സമൻസിനോട് പ്രതികരിച്ചത്. അപ്പൊ സ്വാഭാവികമായും EDയുടെ വായിലേക്ക് ഇവർ പോയി വീണ് കഴിഞ്ഞു. ഇനി അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കെതിരായി യാതൊന്നും വരാൻ പോകുന്നില്ല. ഇനി വന്നു കഴിഞ്ഞാൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചോട്ടെ. പാർട്ടിക്ക് ഒരു പ്രശ്നവും അതിലില്ല.
സ്വതന്ത്രമായ അന്വേഷണം ED നടത്തട്ടെ. എന്തിനേറെ പറയുന്നു, പിണറായി വിജയന്റെ വിശ്വസ്തനായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് MP പോലും പിണറായി വിജയനെ ഇപ്പോൾ കൈവിട്ടിരിക്കുന്നു. വീണയുടെ കാര്യം വീണ നോക്കിക്കോളും, EDയുടെ അന്വേഷണം ED അന്വേഷിക്കട്ടെ, കുറ്റക്കാരാണെങ്കിൽ കണ്ടെത്തട്ടെ എന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരിക്കുന്നത്. CMRL കേസിൽ വീണയ്ക്കെതിരെ ആരോപണം വന്നിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കട്ടെ. കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ പറഞ്ഞത് ഈ കേസിൽ പ്രതിപ്പട്ടികയിൽ പിണറായി വിജയനും കൂടി വരും. കാരണം പിണറായി വിജയൻ അഴിമതി നടത്തിയ പണമാണ് എക്സാലോജിക്കിന്റെ പേരിൽ CMRലും എക്സാലോജിക്കും ഒത്തുകളിച്ചുകൊണ്ട് ഈ 2,78,00,000 രൂപയുടെ കള്ളപ്പണം എന്ന് പറയുന്നത് പിണറായി വിജയൻ അഴിമതി നടത്തി ഉണ്ടാക്കിയ പണമാണ്. അതുകൊണ്ട് വീണ വെറും ഒരു മാപ്പ് സാക്ഷി മാത്രമാണ്. യഥാർത്ഥ പ്രതി പിണറായി വിജയനാണ്. പിണറായി വിജയനിലേക്ക് ഭാവിയിൽ ED വരും, പിണറായി വിജയനെ പ്രതി ചേർക്കുമെന്നാണ് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചത്. വീണാ വിജയന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഒരു സേവനവും നൽകാനില്ല. പിന്നെ യഥാർത്ഥ സേവനം കിട്ടിയത് PVയിൽ നിന്നാണ്, പിണറായി വിജയനിൽ നിന്നാണ്. ഒരു കമ്പനി വഴിവിട്ട കാര്യങ്ങൾ ചെയ്താൽ അതിന്റെ ഡയറക്ടറുടെ നടപടി നിയമവിരുദ്ധമാണ് എങ്കിൽ റെയ്ഡ് നടക്കേണ്ടത് അവർ ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന ആ ഒരു അഡ്രസ്സിൽ കൂടിയാണ്. AKG സെൻട്രൽ റെയ്ഡ് നടത്തിയാലും സഖാക്കൾക്കൊന്നും പറയാൻ കഴിയില്ല. മെയ് 27-നായിരുന്നു പിണറായി വിജയന്റെ കണ്ണൂരിലെയും തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലെയും വീട്ടിൽ ED റെയ്ഡ് നടത്തിയത്. അപ്പോൾ പാർട്ടിക്കെതിരായിട്ടുള്ള ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 300ഓളം വരുന്ന സഖാക്കൾ, പാവപ്പെട്ട സഖാക്കൾ വന്ന് EDയെ ആക്രമിച്ചു. ആ ആക്രമിച്ച കേസിൽ 26 പ്രതികളും ഇപ്പോൾ ജാമ്യമില്ലാതെ ജയിലിൽ കഴിയുകയാണ്. കാരണം ഇത് പിണറായി വിജയന് വേണ്ടിയല്ല പാർട്ടി നടത്തിയത്, കാരണം വീണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രതിരോധമെന്ന് അല്പം വൈകിയെങ്കിലും സഖാക്കൾ തിരിച്ചറിഞ്ഞു. പല ഏരിയ കമ്മിറ്റികളിലും പല ജില്ലാ കമ്മിറ്റികളിലും ചോദ്യമുയർന്നു, എന്തിനു വേണ്ടി ഈ സഖാക്കൾ ജയിലിൽ കിടക്കുന്നു? പിണറായി വിജയൻ വേണ്ടിയിട്ടാണെങ്കിൽ ശരിയാണ്, കാരണം അദ്ദേഹം PB മെമ്പറാണ്, 26 വർഷം പാർട്ടിയെ നയിച്ചയാളാണ്, മുഖ്യമന്ത്രിയായി 2 തവണ തുടർച്ചയായി കേരളം ഭരിച്ചയാളാണ്, അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നയാളാണ്. അങ്ങനെ 26 വർഷം പാർട്ടിയെ നയിച്ച ഒരു നേതാവിന് വേണ്ടിയിട്ടായിരുന്നു ഈ പ്രതിരോധമെങ്കിൽ അതിൽ ഒരു ശരിയുണ്ടായിരുന്നു. പക്ഷേ SFI അംഗമല്ലാത്ത, DYFI അംഗമല്ലാത്ത, CPM അംഗമല്ലാത്ത, CPM അനുഭാവി പോലുമല്ലാത്ത വീണയ്ക്ക് വേണ്ടി എന്തിനാണ് നമ്മൾ ഈ കിടന്ന് പാടുപെടുന്നത്? നമ്മൾ എന്തിനാണ് വെറുതെ പോലീസിനെ തല്ലുമേടിക്കുന്നത്? നമ്മൾ എന്തിനാണ് രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ കിടക്കുന്നത് എന്ന് സഖാക്കൾ ചോദിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണയെ ED സമൻസ് അയച്ചു വിളിക്കുമ്പോൾ പ്രതിരോധിക്കാൻ മെയ് 27 പോലെ സഖാക്കൾ സംഘടിക്കില്ല എന്ന് ഉറപ്പായി. നേതാക്കൾ ഇതാ കൈയൊഴിഞ്ഞിരിക്കുന്നു, ശൈലജ ടീച്ചർ കൈയൊഴിച്ചിരിക്കുന്നു, NN കൃഷ്ണദാസ് കൈയൊഴിഞ്ഞിരിക്കുന്നു, ബാലൻ കൈയൊഴിഞ്ഞിരിക്കുന്നു, ബ്രിട്ടാസ് കൈയൊഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ സകലരും പിണറായി വിജയനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. മോള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോൾ അനുഭവിച്ചോട്ടെ, മോള് പാർട്ടിക്കാരിയാണെങ്കിൽ ഞങ്ങൾ പ്രതിരോധിക്കാൻ വരാം, മോള് പാർട്ടിക്കാരിയല്ല എങ്കിൽ വരില്ല സഖാവേ എന്ന് ഇവർ നെഞ്ചുറപ്പോടുകൂടി പറയുന്നു. ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ 26 സഖാക്കൾ ഇപ്പോഴും ജാമ്യമില്ലാതെ ജയിലിൽ കിടക്കില്ലായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നിലപാട് മെയ് 27-ാം തീയതി സ്വീകരിക്കാത്തത് എന്നാണ് ഇപ്പോൾ സഖാക്കൾ ചോദിക്കുന്നത്. 300 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ആ 300 പേർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അന്വേഷിക്കുന്നത്. ചെറിയ കുറ്റമായാലും വലിയ കുറ്റമായാലും അതിനവർ ശിക്ഷ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. കാരണം ഈ SIT അന്വേഷണം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം ശരിയല്ല എങ്കിൽ തീർച്ചയായും CBI വരും. CBI വന്നു കഴിഞ്ഞ് ഇവരെ മുഴുവൻ പേരെയും അകത്താക്കും. ഇനി അഥവാ CBIയുടെ അന്വേഷണം പാളിയാൽ വീണ്ടും വരും കേന്ദ്ര വിജിലൻസിന്റെ അന്വേഷണം. അങ്ങനെ ഒരു കാരണവശാലും EDയെ ആക്രമിച്ച ഒരാൾ പോലും രക്ഷപ്പെടരുതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. അത്തരത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. വീണയ്ക്ക് വേണ്ടി CPM-ലോ DYFI-ലോ SFI-ലോ അംഗമല്ലാത്ത, കൊടി പിടിച്ചിട്ടില്ലാത്ത, ഒരു പോസ്റ്റർ പോലും ഒട്ടിച്ചിട്ടില്ലാത്ത, CPM അനുഭാവിയല്ലാത്ത, DYFI അനുഭാവിയല്ലാത്ത, SFI അനുഭാവിയല്ലാത്ത ഈ വീണയ്ക്ക് വേണ്ടി, രാജ്യദ്രോഹ കുറ്റത്തിന് വേണ്ടി സഖാക്കൾ ഇരുട്ടിൽ കഴിയുകയാണ്, ജയിലിൽ കഴിയുകയാണ്, ജാമ്യമില്ല. ഇനി അങ്ങനെ പറ്റില്ല സഖാവേ എന്ന് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറയുകയാണ് CPM നേതാക്കളും അണികളും. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.